ഒന്ന് സാമുവൽ അധ്യായം 31. സാവൂളിൻ്റെയും പുത്രന്മാരുടെയും മരണം. ഫിലിസ്ത്യർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. ഇസ്രായേല്യർ ഫിലിസ്ത്യരോട് തോറ്റോടി ഗിൽബോവ കുന്നിൽ മരിച്ചു വീണു. ഫിലിസ്ത്യർ സാവൂളിനെയും പുത്രന്മാരെയും അനുധാവനം ചെയ്ത് അവൻ്റെ പുത്രന്മാരായ ജൊനാഥനെയും അബിനാദാബിനെയും മൽക്കീശുവായെയും വധിച്ചു. സാവൂളിന് ചുറ്റും ഉഗ്രമായ പോരാട്ടം നടന്നു. വില്ലാളികൾ അവൻ്റെ രക്ഷാനിര ഭേദിച്ച് അവനെ മാരകമായി മുറിവേൽപ്പിച്ചു. സാവൂൾ തൻ്റെ ആയുധവാഹകനോട് പറഞ്ഞു, ഈ അപരിചേദിതർ എന്നെ അപമാനിക്കുകയും കുത്തിക്കൊല്ലുകയും ചെയ്യാതിരിക്കേണ്ടതിന് വാളൂരി എന്നെ കൊല്ലുക. പക്ഷേ അവനത് ചെയ്തില്ല. അവൻ അത്യധികം ഭയപ്പെട്ടിരുന്നു. അതിനാൽ സാവൂൾ സ്വന്തം വാളിന്മേൽ വീണു മരിച്ചു. സാവൂൾ മരിച്ചെന്ന് കണ്ടപ്പോൾ ആയുധവാഹകനും തൻ്റെ വാളിന്മേൽ വീണ് അവനോടൊത്തു മരിച്ചു. ഇങ്ങനെ സാവൂളും 3 പുത്രന്മാരും ആയുധവാഹകനും മറ്റ് ആളുകളും അന്ന് ഒന്നിച്ചു മരിച്ചു. താഴ്വരയുടെ അപ്പുറത്തും ജോർദാൻ്റെ അക്കരെയും ഉണ്ടായിരുന്ന ഇസ്രായേല്യർ തങ്ങളുടെ ആളുകൾ ഓടിപ്പോയെന്നും സാവൂളും പുത്രന്മാരും മരിച്ചെന്നും കണ്ടപ്പോൾ നഗരങ്ങൾ വിട്ട് ഓടിപ്പോയി. ഫിലിസ്ത്യർ വന്ന് അവിടെ താമസം തുടങ്ങുകയും ചെയ്തു. കൊല്ലപ്പെട്ടവരുടെ വസ്ത്രമുരിയാൻ ഫിലിസ്ത്യർ പിറ്റേ ദിവസം വന്നപ്പോൾ സാവൂളും പുത്രന്മാരും ഗിൽബോവ കുന്നിൽ മരിച്ചു കിടക്കുന്നത് കണ്ടു. അവർ അവൻ്റെ തലവെട്ടി ആയുധങ്ങൾ അഴിച്ചെടുത്തു. ഫിലിസ്ത്യ രാജ്യത്തൊട്ടാകെ തങ്ങളുടെ വിഗ്രഹങ്ങളോടും ജനങ്ങളോടും ഈ സദ്വാർത്ത അറിയിക്കാൻ ദൂതന്മാരെ അയച്ചു. സാവൂളിൻ്റെ ആയുധം അവർ അസ്താർത്തെ ദേവതകളുടെ ക്ഷേത്രത്തിൽ വെച്ചു. അവൻ്റെ ശരീരം ബത്ത്ഷാൻ്റെ ഭിത്തിയിൽ കെട്ടിത്തൂക്കി. ഫിലിസ്ത്യർ സാവൂളിനോട് ചെയ്തത് യാബേഷ് ഗിലെയാദ് നിവാസികൾ കേട്ടപ്പോൾ യുദ്ധവീരന്മാർ രാത്രി മുഴുവൻ സഞ്ചരിച്ച ബത്ത്ഷാൻ്റെ ഭിത്തിയിൽ നിന്ന് സാവൂളിൻ്റെയും പുത്രന്മാരുടെയും ശരീരം എടുത്ത് യാബേഷിൽ കൊണ്ടുവന്ന് ദഹിപ്പിച്ചു. അവരുടെ അസ്ഥികൾ യാബേഷിലെ പിചുലവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ സംസ്കരിച്ചു. അവർ 7 ദിവസം ഉപവസിച്ചു.